അസംബ്ലി സെഗ്മെന്റ് വൈസ് ഉള്ള നമ്മുടെ ലോക്സഭാ മണ്ഡല അവലോകനത്തിൽ ഞങ്ങൾ ഇന്ന് ആലത്തൂരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ, അപ്പം തെക്കുന്ന് വടക്കോട്ടുള്ള യാത്ര ഞങ്ങൾ ആലത്തൂരിലേക്ക് എത്തുകയാണ്. ആലത്തൂരിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 മിന്നുന്ന ജയം നേടിയ മണ്ഡലമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. വളരെ വലിയ മൃഗീയ ഭൂരിപക്ഷത്തിനാണ് CPM സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് രമ്യ ഹരിദാസിലൂടെ പിടിച്ചെടുത്തത്. 2 തവണ സിറ്റിംഗ് എം പി ആയ CPM യുവനേതാവ് PK ബിജുവിനെ വലിയ ഭൂരിപക്ഷത്തിനാണ് 1,58,968 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രമ്യ ഹരിദാസ് തോൽപ്പിച്ചത്. മാത്രമല്ല, രമ്യ ഹരിദാസ് അന്ന് ആലത്തൂർ ലോക്സഭ ഉൾപ്പെടുന്ന 7 അസംബ്ലി മണ്ഡലങ്ങളിൽ വൻ ഭൂരിപക്ഷം നേടി. ഒരു മണ്ഡലത്തിൽ പോലും PK ബിജുവിന് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല, ഒരു വോട്ടിന്റെ പോലും. അത്ര മഹനീയമായ ഒരു ചരിത്ര വിജയമാണ് രമ്യ ഹരിദാസിന് കിട്ടിയത്. അത് എവിടേക്കാണ് എത്ര ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാൽ 7 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ രമ്യ ഹരിദാസ് 20,000 കടന്നു ഭൂരിപക്ഷം നേടി. അസംബ്ലി സെഗ്മെന്റുകളിൽ 25,000, 26,000, 24,000 എന്നിങ്ങനെ 20,000 മുകളിൽ ഭൂരിപക്ഷം നേടി. ആകെ 2 മണ്ഡലങ്ങളിലാണ് ഭൂരിപക്ഷം 20 താഴെ പോയത്. അതും വലിയ ഭൂരിപക്ഷത്തിലാണ് നിൽക്കുന്നത്. അതായത് കുന്നംകുളത്ത് 14,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷം രമ്യ ഹരിദാസ് കിട്ടി. അത് ചെറിയ ഭൂരിപക്ഷം. വടക്കാഞ്ചേരിയിൽ 20,000 തൊട്ട് താഴെ 19,540 കൃത്യമായി കടന്നു. ബാക്കി 5 മണ്ഡലങ്ങളിൽ 20 കടന്ന് ഭൂരിപക്ഷം നേടിയിട്ടാണ് 1,58,968 വോട്ടിന് രമ്യ ഹരിദാസ് PK ബിജുവിനെ സിറ്റിംഗ് MP തോൽപ്പിക്കുന്നത്. വലിയ വിജയമാണ്. ഈ വലിയ വിജയത്തിന് രമ്യ ഹരിദാസിനെ സഹായിച്ചത് എന്താണ്? 2000 രമ്യ ഹരിദാസ് എവിടെ നിന്നിരുന്നു, ഇപ്പോഴത്തെ രമ്യ ഹരിദാസ് എവിടെ നിൽക്കുന്നു? നമ്മളിത് കമ്പയർ ചെയ്യണം, ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കണം. അപ്പൊ LDF കോട്ടയായ പല മണ്ഡലങ്ങളിലും 7 മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടി ജയിച്ച രമ്യ ഹരിദാസ് ഇന്ന് എവിടെ നിൽക്കുന്നു? ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇത്രയും പറഞ്ഞ ഒരു സ്ഥിതിക്ക് BJPക്ക് എവിടെ എന്താണ് ഈ കഴിഞ്ഞ അസംബ്ലി സെഗ്മെന്റുകൾ, ഇപ്പോഴത്തെ കഴിഞ്ഞ ലോക്സഭയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് ഒരു 75,000, 85,000 വോട്ടിന്റെ ഒരു വോട്ട് ബാങ്ക് മാത്രമേ ഉള്ളൂ. ഇത്തവണ എത്ര കൂട്ടി പറഞ്ഞാലും കൂടി വന്നാൽ 1,00,000 വോട്ടായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന മുൻ വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ TN സരസ്വന് നേടാൻ കഴിയുക. മാക്സിമം 1,00,000 വോട്ട്. അപ്പൊ പ്രധാന മത്സരം ഇപ്പോഴ് ആരൊക്കെ തമ്മിലാന്ന് ചോദിച്ചാൽ ഈ 2 സ്ഥാനാർത്ഥികളാണ്. ഏറ്റവും ഇമേജ് ഉള്ള CPM നേതാവ് മന്ത്രി K രാധാകൃഷ്ണൻ, എതിർക്കുന്നത് രമ്യ ഹരിദാസ് തന്നെ. അന്ന് രമ്യ ഹരിദാസിനെ രാഹുൽ ബ്രിഗേഡ് എന്ന് അതിൽ പെടുത്തി. രാഹുൽ ഗാന്ധിക്ക് 2019 ഉണ്ടായിരുന്ന ഇമേജ്, കോൺഗ്രസിന്റെ അടുത്ത പ്രധാനമന്ത്രി, പ്രതിപക്ഷത്തിന്റെ മോദിയെ, നരേന്ദ്രമോദി സർക്കാരിനെ പുറത്താക്കും, രാജകുമാരൻ വരുന്നു, വയനാട് വരുന്നു, അദ്ദേഹം കുറെ പേരെ ഹാൻഡ് പിക്ക് ചെയ്തു. രമ്യ ഹരിദാസ് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരി, നല്ല ചുറികൾക്കുള്ള വനിതാ യുവ നേതാവിനെ കുന്നമംഗലത്തുകാരിയെ ഹാൻഡ് പിക്ക് ചെയ്യുന്നു, അവരെ ആലത്തൂർ നിർത്തുന്നു, CPM കോട്ട പിടിച്ചടക്കാൻ. അങ്ങനെ ഒരു വലിയൊരു ഹാലോ ഇമേജുമായിട്ടാണ്, വലയുമായിട്ടാണ് കോഴിക്കോട്ട് നിന്ന് രമ്യ ഹരിദാസ് ആലത്തൂരിൽ ലാൻഡ് ചെയ്യുന്നത്. അതിന് കിട്ടിയ മൈലേജ് ആണ് അന്നത്തെ ഈ വോട്ട് എന്ന് പറയുന്നത്, ഇത്രയും വലിയ ഭൂരിപക്ഷം. അന്നത്തെ രാഹുൽ ഫാക്ടർ ഇന്നില്ല, 1. അന്നത്തെ രാഹുൽ ബ്രിഗേഡ് ഇന്നില്ല, 2. രാഹുൽ ബ്രിഗേഡിലെ പലരും BJPയിലേക്ക് പോയി, 3. ഈ രാഹുൽ ബ്രിഗേഡിൽപ്പെട്ട നാളെ ഇവര് എവിടേക്ക് പോകും? BJP പോയില്ല എന്നത്തെ ഉറപ്പ്. ബാക്കിയുള്ളവര് 4. അപ്പോൾ പിന്നെ രമ്യ ഹരിദാസിന്റെ 5 വർഷത്തെ ലോക്സഭാ പ്രവർത്തനം, അവരുണ്ടാക്കിയ വിവാദങ്ങൾ, പെങ്ങളൂട്ടി എന്ന ഓമന പേരിട്ട് വിളിച്ച് ജയിപ്പിച്ച ജനങ്ങള് ഇക്കുറി പെങ്ങളൂട്ടിയെ ജയിപ്പിക്കുമോ എന്നതാണ് വിഷയം. എതിർ നിൽക്കുന്നത് വലിയൊരു അതികായനാണ്. ജനങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന K രാധാകൃഷ്ണൻ എന്ന മന്ത്രി. അദ്ദേഹം പലതവണ മന്ത്രിയാകുകയും സ്പീക്കറായിരിക്കുകയും
മാതൃകാ രാഷ്ട്രീയ പ്രവർത്തനം എന്തെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഇടതുപക്ഷത്തെ ഉദാഹരണങ്ങളിൽ ഒന്നായിട്ട് നിൽക്കുകയും ചെയ്യുന്ന കെ രാധാകൃഷ്ണനാണ്. അപ്പോൾ രാധാകൃഷ്ണനെ ജയിച്ചേ തീരും എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥ എവിടെയുണ്ട്. പെങ്ങളൂട്ടി എന്താ ചെയ്തത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ 2019 അല്ല 2024 നമ്മൾ ആദ്യമേ ആമുഖമായിട്ട് പറയുകയാണ്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 2019 പറഞ്ഞു, 14 PK ബിജു, പിന്നെ 2009 PK ബിജു ജയിച്ചത് മാന്യമായ ഭൂരിപക്ഷത്തിലായിരുന്നു. 37,312 2014 ഭൂരിപക്ഷം. 2009 PK ബിജുവിന് 20,960 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതാണ് അവിടുത്തെ സാഹചര്യം. ഇനി നമ്മൾ അസംബ്ലി സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2021 ഇലക്ഷൻ എങ്ങനെ വോട്ട് ചെയ്യുന്നു, ആ ഇലക്ഷനും ഇപ്പോഴുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? നമ്മുടെ ഒരു പൊതു രാഷ്ട്രീയ ബോധമുണ്ട് കേരളത്തിൽ. അതായത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന പാറ്റേൺ ആവില്ല ലോക്സഭയിൽ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ തവണ വരെ അങ്ങനെ വന്നിരുന്നു, 2019 വരെ. പക്ഷേ ഇക്കുറിയും അങ്ങനെ ആകണമെന്ന് വലിയ നിർബന്ധമൊന്നും നമ്മൾ പിടിക്കേണ്ട കാര്യമില്ല. കാരണം രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ രാഹുൽ ഫാക്ടർ അല്ല ഇപ്പോഴത്തെ പ്രധാന വിഷയമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യ മണ്ഡലം ചിറ്റൂർ എടുക്കുക, ചിറ്റൂരല്ല തരൂര്. ഈ ആലത്തൂരിന്റെ പ്രത്യേകത 7 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങൾ പാലക്കാട് ജില്ലയിലും 3 മണ്ഡലങ്ങൾ തൃശ്ശൂർ ജില്ലയിലുമാണ്. അപ്പൊ പാലക്കാട് തൃശ്ശൂർ ഒരു മിക്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഒരു സങ്കലനം വരുന്നുണ്ട്. അതിന് 2 പാറ്റേണുണ്ട്. തൃശ്ശൂരിൽ വോട്ട് ചെയ്യുന്ന പാറ്റേണല്ല പാലക്കാട് വോട്ട് ചെയ്യുന്ന പാറ്റേൺ. ആ ഇലക്ഷൻ ഹിസ്റ്ററി നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് ചിറ്റൂർ, നെന്മാറ, തരൂർ, ആലത്തൂർ ഈ 4 മണ്ഡലങ്ങൾ പാലക്കാട് ജില്ലയിൽ പെടുന്നു, ഈ 4 അസംബ്ലി സെഗ്മെന്റുകൾ. അതേപോലെ ചേലക്കര, കുന്തംകുളം, വടക്കാഞ്ചേരി തൃശ്ശൂർ മണ്ഡലത്തിലാണ്. അവിടുത്തെ ചേലക്കരയുടെ MLA ആണ് നിലവിലുള്ള മന്ത്രിയായ കെ രാധാകൃഷ്ണൻ. ഇതാണ് അതിനൊരു ജോഗ്രഫി, പൊളിറ്റിക്കൽ ജോഗ്രഫി എന്ന് പറയുന്നത്. അതാണ് അത് നമ്മൾ മുൻകൂട്ടി മനസ്സിൽ നമ്മൾ വെച്ചുകൊണ്ട് മാത്രമേ നമുക്കിത് വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പാലക്കാട്ടും തുടങ്ങാം. കാരണം 2 ജില്ലയിലും പരന്നു കിടക്കുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം. അപ്പൊ തരൂരിൽ 2021 കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ PP സുമോദ് CPM-ന്റെ LDF ആണ് വിജയിച്ചത്. അദ്ദേഹത്തിന് 51.58% വോട്ട്. K ഷീബ INC കോൺഗ്രസ് 32.90%, വളരെ പിന്നിലാണ്. 51 LDF നേടിയപ്പോൾ 50% നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് UDF-ന് 32 മാത്രമേ ഉള്ളൂ. ജയപ്രകാശ് KP BJPക്ക് കിട്ടിയത് 14% മാത്രം, 18,465 വോട്ട്. 14-15 BJPയുടെ സ്ട്രെങ്ത് എന്ന് വെച്ചോളൂ. അപ്പോൾ വലിയൊരു മാർജിനാണ് തരൂരിൽ PP സുമോദ് K ഷീബയെ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത്. 24,531 വോട്ടിന്, ശതമാനം പറഞ്ഞാൽ 18.67. അതായത് BJP സ്ഥാനാർത്ഥി നേടിയതിനേക്കാളും 4% അധികം വോട്ട് ഭൂരിപക്ഷം നേടിയിട്ടാണ് അവിടെ LDF ജയിക്കുന്നത്. അവിടെ ഇക്കുറി പെങ്ങളൂട്ടി എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പെങ്ങളൂട്ടിക്ക് പഴയ ഇമേജ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതിന്റെ പഴയ ചരിത്രം, AK ബാലൻ, മുൻ മന്ത്രിയും CPM നേതാവായ AK ബാലൻ അതിനു മുമ്പ് 2016-ലും 2011-ലും ജയിച്ച മണ്ഡലമാണ് തരൂര്. അന്ന് 2016-ൽ AK ബാലന് 23,068 വോട്ടിന്റെ ഭൂരിപക്ഷം. 2011-ൽ AK ബാലന് 25,756 വോട്ടിന്റെ ഭൂരിപക്ഷം. അപ്പോ എപ്പോഴും ഒരു 20-25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സ്ഥിരം LDF സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലമാണ് തരൂർ. അവിടെ 2019-ൽ രമ്യ ഹരിദാസിന്റെ ഇമേജിൽ അവിടെയും ഭൂരിപക്ഷം നേടിയെങ്കിലും ഇക്കുറി അത് ആവർത്തിക്കുമെന്ന് നമ്മൾ രാഷ്ട്രീയ ബോധമുള്ളവർ വിചാരിക്കേണ്ട ആവശ്യമില്ല. അതാണ് തരൂർ. 2 ചിറ്റൂരിൽ നിലവിലെ മന്ത്രി, വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി സിറ്റിംഗ് MLA. അദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021-ൽ 55.38% വോട്ട് നേടി. എതിർ സ്ഥാനാർത്ഥി സുമോദ് അച്യുതൻ കോൺഗ്രസ് 33.22. B നടേശൻ BJPക്ക് 9.46%, 10% വോട്ട് പോലും BJPക്ക് ചിറ്റൂരിൽ കിട്ടിയിട്ടില്ല. ഇപ്പോഴും സ്ഥിതി അത് തന്നെയാണ്. ആകെ കിട്ടിയത് 14,458 വോട്ടാണ് BJP കിട്ടിയത്. അപ്പോ ചിറ്റൂരിൽ K കൃഷ്ണൻകുട്ടി മന്ത്രി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് 33,878 വോട്ടിനാണ്.
ശതമാനം പറഞ്ഞാൽ 22.15% വോട്ടിന്റെ മാർജിൻ ഭൂരിപക്ഷത്തിലാണ് കൃഷ്ണൻകുട്ടി സുമേഷ് അച്യുതനെ തോൽപ്പിക്കുന്നത്. അപ്പൊ ഇക്കുറി അവിടെ എന്ത് മാറ്റം വരുമെന്ന് നമ്മൾ ഊഹിച്ചാൽ മതി. വല്ല മാറ്റവും കാര്യമായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ 2016 അവിടെ കൃഷ്ണൻകുട്ടിയായിരുന്നു MLA, ജനതാദൾ സെക്കുലർ സോഷ്യലിസ്റ്റ് JDS. 2011 K അച്യുതനായിരുന്നു അവിടുത്തെ കോൺഗ്രസ് മണ്ഡലം. അവിടുന്നാണ് K കൃഷ്ണൻകുട്ടി ചിറ്റൂർ പിടിച്ചെടുത്തത്. അന്ന് തന്നെ ചിറ്റൂരിലെ 2016 കൃഷ്ണൻകുട്ടിക്ക് 7285 വോട്ടിന്റെ മാന്യമായ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം ഇനി വരുമെന്ന് നമ്മൾ കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ട. BJPക്ക് അന്നും അവിടെ 8.13% വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ഇനി നെന്മാറ, മൂന്നാമത്തെ മണ്ഡലം. നെന്മാറ എടുത്താൽ K ബാബു CPIMന്റെ 2 തവണ MLA ആയിട്ട് ജയിച്ചു. 2021, 2016. 2011 B ചെന്താമരാക്ഷൻ CPIMന്റെ സ്ഥാനാർത്ഥി, യുവ നേതാവ്, അവിടെ ജയിച്ചത് 8694 വോട്ടിനാണ്. 2011 തോൽപ്പിച്ചത് ചെറിയ ആളെ അല്ല, MV രാഘവൻ, സാക്ഷാൽ MVRനെ, CMBയുടെ MVRനെയാണ് 2011 അവിടെ തോൽപ്പിച്ചത്. BJPക്ക് അന്ന് അവിടെ വെറും 6% വോട്ടേ ഉള്ളൂ. 2016 BJPക്ക് അത് 14% വർദ്ധിപ്പിക്കാൻ സാധിച്ചു, 15 തൊട്ട് താഴെ. 2021 BJP കിട്ടിയ വോട്ടെന്ന് പറയുന്നത് വളരെ കുറവാണ്, 9.46. BJP വോട്ട് പിന്നിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കുക. 14% വരെ വന്ന വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്ന വെറും 9.646%. അപ്പൊ BJP വളർന്നു, അവിടെ തളർന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അപ്പൊ എന്തായാലും ചിറ്റൂർ മണ്ഡലം LDFിനൊപ്പം K രാധാകൃഷ്ണൻ തന്നെ മത്സരിക്കുന്നത് കൊണ്ട് നിൽക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പെങ്ങളൂട്ടിക്ക് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മൈലേജ് ഒന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇനി അടുത്ത മണ്ഡലം, 4ാമത്തെ മണ്ഡലമാണ് ആലത്തൂർ. 2 തവണയായിട്ട് കെ ഡി പ്രസേനൻ CPIMന്റെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. അത് വലിയ ഭൂരിപക്ഷത്തിനാണ് ആലത്തൂർ ജയിച്ചത്. 2021 പ്രസേനൻ ജയിച്ചത് 34,118 വോട്ടിനാണ്. 34,000 വലിയ നമ്പറാണ് മാർജിൻ. അന്ന് പാളയം പ്രദീപ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയത് 29% ആയപ്പോൾ 55% വോട്ടിനാണ് പ്രസേനൻ ജയിക്കുന്നത്. പ്രശാന്ത് ശിവൻ BJP കിട്ടിയത് 13.56, 15% പോലും BJPക്ക് ആലത്തൂർ ശക്തിയില്ല എന്നാലോചിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേലക്കര വരിക. സാക്ഷാൽ ഇപ്പോഴത്തെ മന്ത്രി സ്ഥാനാർത്ഥി കൂടിയായ K രാധാകൃഷ്ണന്റെ മണ്ഡലം. ചേലക്കരയിൽ രാധാകൃഷ്ണൻ 3 തവണ മത്സരിച്ചപ്പോഴും വൻ ഭൂരിപക്ഷത്തിനാണ് രാധാകൃഷ്ണൻ ജയിച്ചത്. 2021 ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ K രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം 39,400 വോട്ടാണ്. 40,000-ഓളം വോട്ടുകൾ ഭൂരിപക്ഷം മാത്രം. എന്നിട്ട് തൊട്ടടുത്ത് വന്ന പ്രതിപക്ഷ സ്ഥാനാർത്ഥി ശ്രീകുമാർ, കോൺഗ്രസിന്റെ ശ്രീകുമാർ കിട്ടിയത് 28.71%. K രാധാകൃഷ്ണന് 54.41%. അദ്ദേഹം തന്നെ ലോക്സഭയിലെ സ്ഥാനാർത്ഥിയുടെയായി നിൽക്കുമ്പോൾ ചേലക്കരയിൽ ഒരു കൊടുങ്കാറ്റ് K രാധാകൃഷ്ണൻ അനുകൂലമായിട്ട് മാറാനാണ് സാധ്യത. ചേലക്കരയിൽ പ്രത്യേകിച്ചും അവിടുത്തെ സിറ്റിംഗ് MLA ആണ്. വളരെ ഈ കഴിഞ്ഞ നേടിയ 39,400, 40,000 മറികടന്ന് ചേലക്കരയിൽ നിന്ന് മാത്രം K രാധാകൃഷ്ണൻ ഒരു വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല, ഈ കണക്കുകൾ വിലയിരുത്തുന്നവർക്ക്. അതാണ് ചേലക്കരയുടെ അവസ്ഥ. അവിടെ BJPക്ക് 15.68% വോട്ട് കിട്ടിയിട്ടുണ്ട്. മാന്യമായ BJPയുടെ വോട്ട് പിടുത്തമാണ്. അടുത്തത് പിന്നെ നമ്മൾ നേരെ വരിക, നെക്സ്റ്റ് കുന്നംകുളം, 6ാമത്തെ മണ്ഡലം. കുന്നംകുളം ഈ ടൈ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നെക്ക് ആൻഡ് നെക്കാണ്. ഒരിക്കലും ഒരാൾക്കും വലിയ ഭൂരിപക്ഷം കൊടുക്കാത്ത ഒരു മണ്ഡലമാണ് കുന്നംകുളം. അപ്പൊ സിറ്റിംഗ് MLA മുൻ മന്ത്രി AC മൊയ്തീൻ കഴിഞ്ഞ തവണ ജയിച്ചത്, 2021 ജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിനാണ്. അതായത് മുമ്പുള്ള ചെറിയ ഭൂരിപക്ഷത്തെ മറികടന്ന് കുന്നംകുളത്ത് AC മൊയ്തീൻ വിജയിച്ചെങ്കിൽ ആ വിജയത്തിന്റെ ഗുണം ഇക്കുറി K രാധാകൃഷ്ണന് കുന്നംകുളത്ത് നിന്ന് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. 26,631 വോട്ടിനാണ് കഴിഞ്ഞ തവണ കുന്നംകുളത്ത് നിന്ന് സിറ്റിംഗ് MLA ആയ AC മൊയ്തീൻ ജയിച്ചിരുന്നത്. 2016 AC മൊയ്തീന്റെ ഭൂരിപക്ഷം 7,882 മാത്രമായിരുന്നു.
തോൽപ്പിച്ചത് 2 തവണ മത്സരിച്ച് തോറ്റ അവിടുത്തെ CP ജോണിനെ, CMBയുടെ മുൻ CPMന്റെ പിന്നെ CMBയുടെ നേതാവിനെ. അപ്പൊ 2011 ബാബുവും പാലിശ്ശേരി അവിടുത്തെ CPMLA ആയിട്ടും ഈ മണ്ഡലം പിടിച്ചെടുത്തു. അന്ന് ചെറിയ വോട്ടിന് 481 വോട്ടിനാണ് അന്ന് ബാബുവും പാലിശ്ശേരി CP ജോണിനെ തോൽപ്പിച്ചിട്ട് ഈ കുന്നംകുളം പിടിച്ചെടുക്കുന്നത്. അപ്പൊ കുന്നംകുളത്തിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി വടക്കാഞ്ചേരി 7ാമത്തെ മണ്ഡലം, സേവ്യർ ചിറ്റിലപ്പള്ളി CPM വളരെ ചെറിയ വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹം ഇത്തവണ ജയിച്ചത് അനിൽ അക്കരയെ തോൽപ്പിച്ചിട്ട് മാന്യമായ ഭൂരിപക്ഷത്തിനാണ് വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി ജയിച്ചത്. പക്ഷേ അതിനു മുമ്പുള്ള മത്സരങ്ങളിൽ അവിടെ ജയിച്ച സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു. CPMന്റെ സേവ്യർ ചിറ്റിലപ്പള്ളി 15,168 വോട്ടിനാണ് അനിൽ അക്കര സിറ്റിംഗ് MLA ആയിരുന്ന കോൺഗ്രസിന്റെ അനിൽ അക്കരയെ, നമ്മുടെ ലൈഫ് മിഷൻ വിവാദ നായകൻ അനിൽ അക്കരയെ തോൽപ്പിച്ചത്. അപ്പോൾ വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളിക്ക് 47% വോട്ട് കിട്ടിയപ്പോൾ അനിൽ അക്കരയ്ക്ക് 38% കിട്ടിയുള്ളൂ. ഒരു 10% വ്യത്യാസം. TS ഉല്ലാസ് ബാബു BJP കിട്ടിയത് 12.80%, 21,000 സംതിങ് വോട്ടുകൾ. അപ്പോൾ ഭൂരിപക്ഷം ഇത്രയും 15,000-ൽ പരം അവിടെ നേടി. 2016 അനിൽ അക്കരെ അവിടെ ജയിച്ചു. ചെറിയ വോട്ട് 43, വെറും 43 വോട്ടിനാണ് അനിൽ അക്കര CPIMന്റെ മേരി തോമസിനെ തോൽപ്പിച്ചത്. അവിടെ അന്ന് ഉല്ലാസ് സെയിം BJP സ്ഥാനാർത്ഥി നേടിയത് 16.68%. ആ 16.68 2016 കിട്ടിയ BJP വോട്ട് 2021 12.80 കുറഞ്ഞു, 4%. അത് സെയിം സ്ഥാനാർത്ഥി ഉല്ലാസ് തന്നെ മത്സരിച്ചിട്ട് BJPക്ക് 4% വോട്ട് കുറയുകയാണ് ചെയ്തത്. ഈ BJPയുടെ വളർച്ച പറയുമ്പോൾ നമ്മൾ ഇത്തരം ഫാക്ടറുകൾ നമ്മൾ കാണാതിരിക്കുന്നത്. ഇനി 2011 CN ബാലകൃഷ്ണൻ കോൺഗ്രസ് അവിടെ ജയിച്ചു, 48% വോട്ട്. NR ബാലൻ CPIMന് കിട്ടിയ 44% വോട്ടിനാണ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഭൂരിപക്ഷം 6,685. BJPയുടെ ഷാജിമോന് കിട്ടിയത് വെറും 5.35. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിൽ വടക്കാഞ്ചേരിയിൽ BJP അല്ലെ NDA ഒരു ശക്തിയൊന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇതാണ് ഈ നമ്മുടെ ആലത്തൂർ മണ്ഡലത്തിന്റെ പ്രത്യേകത. ഇനിയിപ്പോ ഇത്രയും പറഞ്ഞത് നമ്മൾക്ക് ഒരു കൺക്ലൂഷനിൽ ഒരു അവസാനം പറഞ്ഞു പോകാവുന്ന ഒരു കാര്യം, ആലത്തൂരിൽ കാര്യങ്ങൾ LDFനും കെ രാധാകൃഷ്ണനും അനുകൂലമാണ്. കെ രാധാകൃഷ്ണൻ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. ഒഴിയുമ്പോൾ ആരായിരിക്കും അടുത്ത മന്ത്രി, അത് മറ്റൊരു വിഷയം, അത് ഇതിൽ നമ്മൾ കൂട്ടിപ്പഴിക്കുന്നില്ല. അപ്പോൾ ആലത്തൂരിൽ ഇക്കുറി പെങ്ങളൂട്ടിയെ വളരെ മാന്യമായ രീതിയിൽ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മികവിൻ്റെ പ്രതിച്ഛായയുടെ ഒരു രൂപമായ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവ് ആലത്തൂരിൽ ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആലത്തൂരിൽ ഞങ്ങൾ കയ്യാലപ്പുറത്ത് വെക്കുന്നില്ല. ആലത്തൂരിന് നമ്മൾ ആ കയ്യാലപ്പുറത്തെ തേങ്ങയല്ല, അതായത് കെ രാധാകൃഷ്ണന് അനുകൂലമായ ഒരു മണ്ഡലമായിട്ട് മാറി നിൽക്കുന്നു ഇപ്പോൾ തന്നെ ഈ വോട്ടെടുപ്പിലൂടെ എന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്.